ഈ പെൺകുട്ടിക്ക് ചായ എങ്കിലും കുടിച്ചിട്ട് കിടന്നുകൂടെ? നോക്കി എല്ലാരും ചായ കുടിച്ച സമയം 10 മണിയായി. അതിന് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കൊന്നും വേണ്ട. അവനവന്റെ വീട്ടിലേക്ക് വരുമ്പോഴല്ല കുറച്ചു നേരം കിടക്കാൻ പറ്റുക. ഞാനിപ്പോ എന്റെ പെരക്ക് പോയി ഇങ്ങനെ തന്നെയാ. പിന്നെ ഇങ്ങനെ ബാക്കിൽ നടന്ന് വിളിക്കൊന്നും വേണ്ട. ബാക്കിൽ മോളെ സമയം 10 മണിയായില്ലേ? ആ ചായ കുടിച്ചു കഴിഞ്ഞില്ലേ? അതെ എനിക്കും അല്ല, നമ്മളെ കുടിയിൽ വന്നിട്ടിപ്പോ 10 മണി. ഇനി കെട്ടി കൊടുത്തവിടെ എത്ര മണിക്ക് എണിക്കുന്ന ആരാണ്? അതൊക്കെ അവള് നേരത്തെ എനിക്കുണ്ടല്ലോ. ഇന്നലെ എന്റെ അടുത്ത് പറഞ്ഞു അവിടുത്തെ വിശേഷങ്ങളൊക്കെ. ഒക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇവിടെ വരുമ്പോ നമുക്ക് എണീക്കാനേ തോന്നിയില്ല. ഞാൻ എന്റെ പരി പോയാലും അങ്ങനെ തന്നെ. ഉമ്മ അതാലോചിച്ചിട്ട് വെറുതെ ആലോചിക്കല്ല. ഇതിപ്പോ ഇവിടെ 10 മണി വരെ കിടക്കുന്ന അവിടെ കിടന്നാ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ മാറ്റാൻ കുടുംബാണ്. അതിനൊരു ചിട്ടയും ചെരുപ്പൊക്കെ ഉണ്ട്. എന്നാലും ചായ ഉപ്പാക്കൊണ്ട് കൊടുത്തിട്ടാ. ശരിമ്മ. നിങ്ങൾ ഇവിടെ ഇരിക്കുക. ചായ ചിത്തു എണിച്ചിട്ടില്ല. 10 മണിയായി, ഒന്നും കഴിച്ചിട്ടില്ല. പെൺകുട്ടിക്ക് എണിച്ചിട്ട് ചായ കുടിച്ചിട്ട് കിടന്നൂടെ? അല്ല, പിന്നെ അവിടെയൊക്കെ നേരത്തെ എണിക്കലും പിടിക്കലൊക്കെ അല്ലേ. അവനവന്റെ കുടിയിൽ വന്നാലല്ലേ ഇത്തിരി സമാധാനമായിട്ട് കെടുക്കാനൊക്കെ പറ്റുള്ളൂ. അവിടെ മാറ്റാൻ കുടുംബത്തൊന്നും പറ്റില്ലല്ലോ. അവനവന്റെ വീട്ടിൽ വരുമ്പോഴല്ലേ കെടുക്കട്ടെ. അതന്നെ ഞാനും കെടുക്കട്ടെ എന്ന് വെച്ച്. പക്ഷെ കാലത്ത് ഭക്ഷണം കഴിക്കാണ്ട് കിടന്നാലേ അതാണ്. കഴിക്കാനാവും. കിടക്കട്ടെ കുറച്ചു നേരം. അതെ, നിങ്ങൾ ചായ കുടിക്ക്. ഇഡ്ഡലി കഴിച്ചു വെച്ചിക്കണ എന്തായി നോക്കട്ടെ ട്ടാ. എന്തേ നീ ഇവിടെ ഇരുന്ന് ഒരു കാര്യം പറയാനാ. എന്തൊരു കാര്യം? എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. പറയൂ. അതെ, എനിക്ക് അർജന്റായിട്ട് കുറച്ച് പൈസ വേണം. ആകെ കടത്തിൽ മുങ്ങി കിടക്കണം. ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല. ആ ഒരു ഇതിൽ പെട്ടി കിടക്കുക. എന്ത് കടാ? നിങ്ങക്ക് എന്താ ഇത്ര വലിയ ബുദ്ധിമുട്ട്? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ നിങ്ങക്ക് ഇത്ര വലിയ ഇത്? പറയാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ കല്യാണം, കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ കൂടി വന്നപ്പോൾ ആൾക്കാരുടെ വരവുകൾ കൂടി. പിന്നെ പുറത്തിറങ്ങുമ്പോൾ ചോദിക്കുക, അന്ന് മേടിച്ച പൈസ ചോദിച്ചിട്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത കണ്ടിട്ടുണ്ട്. ഞാനിപ്പോ എന്താ ചെയ്യുന്നത്? എന്നോട് ഒരു വാക്ക് പോലെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. പെട്ടെന്ന് ഇപ്പൊ കാശ് കടമെന്നൊക്കെ പറഞ്ഞാല് എന്താ പറയാ? കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 2-3 മാസമായില്ലേ? ഇപ്പളാ പറയണേ? അതിന് ആ സമയത്ത് നമ്മൾ 2 മാസം ഗ്യാപ്പ്, 1 മാസം ഗ്യാപ്പ് കൊണ്ട് വാങ്ങുന്നതല്ലേ. ഈ അറിയിക്കാണ്ട് കുറെ ആൾക്കാരുടെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ വീട്ടാണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചോദിക്കുമ്പോൾ ആൾക്കാർ മുന്നിൽ ചോദിക്കുമ്പോൾ നാണക്കേടല്ലേ. അത് കാരണം ഞാൻ വേറെ വഴി കൂടിയൊക്കെ വേറെ വഴി കൂടിയൊക്കെ എന്നാ അതൊന്നും ഞങ്ങളറിയാതെ വേറെ വഴി നിങ്ങക്ക്? ആ മോളുടെ കാര്യങ്ങളൊക്കെ മോനല്ലേ എല്ലാ കാര്യങ്ങളും പണ്ടത്തിലേക്ക് പൈസ എല്ലാം സെറ്റാക്കി തന്നത്. നിങ്ങൾ ഇവിടെ നിന്ന് നടത്തിയെന്ന് മാത്രം. പിന്നെ എന്തിട്ട് നിങ്ങള് അവനൊന്നാനും അറിയാത്ത പൈസ നിങ്ങൾ കടം വാങ്ങിച്ചെന്ന് പറയണ? ആവശ്യമില്ലാണ്ട് ഓരോന്നിന് പോയിട്ട് തലയിട്ടിട്ട് വലിച്ചു വാരി കടമടിച്ചിട്ടില്ലെങ്കിലേ നിങ്ങൾ വീട്ടിക്കോ. ആ കുട്ടി അവിടെ വന്നിട്ട് കുലുക്കിയിട്ട് കൊണ്ടുവരല്ല പൈസ. അധ്വാനിച്ചിട്ടാണ് പൈസ കൊണ്ടുവരുന്നത്. അത് നിങ്ങൾ ആലോചിക്കും. കടങ്ങളുണ്ട് അത്ര. എന്തിട്ട് കട ഇതുവരെ എന്നോട് പറയാത്തൊരു കട എന്തുണ്ടെങ്കിലും പറയണതല്ലേ. അപ്പൊ നിങ്ങൾക്കൊന്ന് പറഞ്ഞൂടെ? അത്യാവശ്യം സ്വർണം പൈസയും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മോനയച്ച് നല്ല ഇതൊക്കെ ശരിയാക്കി തന്നതാ. അല്ലാണ്ട് നിങ്ങൾ നാട്ടുകാരടുത്ത് കടം വാങ്ങിച്ചിട്ടല്ല മോന്റെ കല്യാണം. അവൻ അറിഞ്ഞാണ്ടല്ലോ. ഇതെങ്ങനെയാ അവനോട് ഇത് പറയാ? നിങ്ങൾ എന്തിനാ അതൊക്കെ വാങ്ങിച്ചത്? ഒന്ന് പറയുന്ന. ആകെ മൊത്തം നിങ്ങൾ എത്ര കടങ്ങളൊക്കെ കൂട്ടി വെച്ചിരിക്കുന്നു ഇപ്പോ? എത്രയാ നിങ്ങൾക്ക് ഉള്ളത്? എനിക്കുള്ളത് 2 ലക്ഷത്തിന്റെ അടുത്തുണ്ടാവും. 2 ലക്ഷമാ? അത് വേറൊരാളുടെ മോളുടെ കല്യാണത്തിന് വെച്ച പൈസയാ. നിങ്ങൾ എന്തൊക്കെയാ പറയണേ? 2 ലക്ഷം ഉറുപ്പ്യ നിങ്ങക്ക് കട? അല്ലാണ്ട് പിന്നെ ഞാൻ എന്താ പറയാ, അവിടുന്ന് വേറൊരാളുടെ അയാളുടെ മോളുടെ കല്യാണത്തിന് വെച്ച പൈസയാ. നമ്മുടെ മോളുടെ കല്യാണത്തിന് ചോദിച്ചപ്പോ അത് തന്നു. ഇനി ആളുടെ മോളുടെ കല്യാണത്തിന് ഞാൻ കൊടുക്കണം തിരിച്ച്. ഇതൊന്നും എന്നോട് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. ഞാൻ പറയാച്ചിട്ട് ആ സമയത്ത് നീ ഇത് പറഞ്ഞിട്ട് പ്രശ്നം വേണ്ട, നല്ല കാര്യങ്ങളല്ലേ നടന്നു പോട്ടെ കൊണ്ട് പിന്നെ പറയാച്ചിട്ട് മിണ്ടാണ്ടിരുന്നല്ലേ. ഇതെന്തിനാ നിങ്ങൾ മേടിച്ചിക്കണ്? നിങ്ങൾ മേടിക്കുമ്പോ എന്നോട് ഒരു വാക്ക് പറഞ്ഞ? നമ്മുടെ മോളുടെ കല്യാണം നല്ല അടിപൊളി. മോളുടെ കല്യാണം പറയുമ്പോ നിങ്ങൾ എന്തായാലും എന്നോട് പറയണതല്ലേ. ഇതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. പിന്നെ പറയാലോ വെച്ചിട്ട് ഇരിക്കായിരുന്നു. പെട്ടെന്നാണെങ്കിൽ ഇതിന്റെ ഓർമ്മ വന്നത്. അതിന്റെ കാര്യം ഞാൻ വിട്ടിരിക്കുക. എന്റെ റബ്ബേ, ഞാൻ എങ്ങനെ പറഞ്ഞിട്ടാ നിങ്ങൾക്ക് തരിക? ഞാൻ എങ്ങനെയാ ഇത് മോനോട് പറയാ? അവൻ എന്നെ കടത്തിൽ മുങ്ങി കിടക്കുന്ന കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എന്റെ മോന്റെ വിഷമം ഞാൻ എങ്ങനെയാ ഈ കാര്യം പറയാ? ആവശ്യമില്ലാണ്ട് ഓരോ കടങ്ങളും കാര്യങ്ങളൊക്കെ വലിച്ചു വാരി ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്യാനാ റബ്ബേ? എനിക്ക് വയ്യ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ എന്നൊന്നും പറയരുത്. തൽക്കാലം മോണ്ടല്ലോ, അത് അറിയണ്ട. ചിത്തൂടുള്ളതല്ലേ, ചിത്ത് സ്വർണം
തിരുമതി. ചിത്തുവിന്റെ സ്വർണ്ണ കല്യാണം കഴിച്ചു കൊടുത്തു കുട്ടിയടിയാ. ആയിക്കോട്ടെ, നമ്മുടെ മോളന്നല്ലേ. മരുവൻ എന്നാ വരുന്നെന്ന് അറിയില്ല. എന്താന്ന് അറിയാത്ത പോലെ നമ്മൾ ചെയ്ത് തിരുമതി. അത് അവൻ മരുവൻ വിളിക്കാൻ വന്ന കുട്ടി എന്താ ചെയ്യാ? അതിപ്പോ 2-3 മാസത്തേക്കല്ലേ. എങ്ങനെയും ഇപ്പൊ ഇയാളുടെ മോളുടെ കല്യാണത്തിന് കൊടുക്കണ്ടേ? പഠിച്ചോന് എനിക്കറിയില്ല. അത് മരുവൻ എന്നാ വരുന്നെന്ന് അറിയില്ല. 2 ദിവസം നിർത്താൻ കൊണ്ടാക്കി തന്താ. ആയിക്കോട്ടെ, അതെ, ഇൻഷുറൻസും ലോണും ഇത് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും 2 മാസം അതെങ്ങനെയൊക്കെ അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ്. അയാൾക്ക് അത്രയും എന്നെ വിശ്വാസം കൊണ്ടാണ് ആൾ തന്നത്. അപ്പോൾ ഇത് എങ്ങനെ ഇൻഷുറൻസിൻ്റെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കൊടുക്കാമല്ലോ, ഈ സ്വർണ്ണം എടുത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ തൽക്കാലം അതിന് വേണ്ടിയിട്ടാണ് വെക്കാൻ പറയണത്. എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കിയെന്നാൽ അത്രയും ഉപകാരമാവും. അല്ലാണ്ട് ഞാൻ എന്താ പറയപ്പോ? അതെ, 10 ദിവസം നിർത്താൻ കൊണ്ടുവന്ന കുട്ടിയുടെ മുതലാണ് ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ മുതലെടുത്ത് വെച്ചണ്ടല്ലോ, മാസക്കണക്കിന് കുട്ടിയോട് നിൽക്കേണ്ടി വരും. കല്യാണം കഴിച്ചു കൊടുത്ത കുട്ടി എല്ലാരും ചോദിക്കും, കല്യാണം കഴിച്ചു കൊടുത്ത് 10 ദിവസം നിൽക്കുമ്പോഴേക്കും വീട്ടിൽ വന്ന് നിൽക്കണ്ടല്ലോ എന്ന്. അത് ഉപ്പയായിട്ടേ എൻ്റെ മോൾക്കൊരു പേരുദോഷം വേണ്ട. നിങ്ങൾ ആവശ്യമില്ലാത്തതിന് നിൽക്കല്ലേ. എങ്ങനെയെങ്കിലും മോൻ അറിയാണ്ട് എങ്ങനെയെങ്കിലും എടുക്കും. ഒരാഴ്ച 10 ദിവസം എന്തായാലും നിൽക്കണല്ലേ, ഒരാഴ്ച എടുത്തു കൊടുക്കുക. അപ്പോൾ ഇൻഷുറൻസിൻ്റെ പൈസ ഇതൊക്കെ കിട്ടും. ആളുടെ മോളുടെ കല്യാണം അടുത്ത ആഴ്ചയാണോ വെച്ചിട്ടുള്ളത്. കല്യാണം കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചാകേണ്ടി വരും. എങ്ങനെയെങ്കിലും ഒരു ഉപകാരം. ഞാനേ മോളോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. എങ്ങനെയെങ്കിലും സംസാരിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരൊറ്റ ആഴ്ച നിങ്ങൾ എടുത്ത് കൊടുക്കണം. ഞാൻ അവളോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. എന്റെ പഠിച്ചവനെ എനിക്ക് വയ്യാറോട്ടെ, ചെയ്യുന്ന പണികളാണ്. ഉമ്മ എവിടെയായിരുന്നു? ഞാൻ ഇഡ്ഡലിയും ചുട്ട് ചട്നി അരച്ചിട്ടുണ്ട്. ഉമ്മ ചായന്റെ കടി കഴിച്ച ഷുഗറൊക്കെ ഉള്ളതല്ലേ? അതെ മോളെ, ഞാനൊരു കാര്യം പറയട്ടെ. ഉപ്പ പറയണ കേട്ടാ. എന്തെന്ന്? ഉപ്പ ആരെടുത്തോ ചിത്തുവിന്റെ കല്യാണത്തിന് കുറച്ച് പൈസ മേടിച്ചിട്ടുണ്ട്. അത്ര 2 ലക്ഷം ഉറുപ്പ്യ ഉണ്ട്. 2 ലക്ഷം? 2 ലക്ഷം ഉണ്ട്. അയ്യോ, ഇത് പറഞ്ഞില്ലല്ലോ. അതെനിക്കും അറിയില്ല. അപ്പൊ ആരോ കല്യാണത്തിന് തിരുമറി ചെയ്താണ്. അപ്പൊ 1000 മതിന്ന് പറഞ്ഞത്രേ. അപ്പൊ അങ്ങോരുടെ മോളുടെ കാര്യം ശരിയായപ്പോ പൈസ തിരിച്ച് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ എന്റെ കുറി കിട്ടുമ്പോ കൊടുത്താൽ മതി എന്നാ പറഞ്ഞിട്ട് മേടിച്ച്. ഇപ്പൊ ആള് പെട്ടെന്ന് ചോദിച്ചപ്പോ ആൾക്ക് എന്താ ചെയ്യാ? അപ്പൊ ആള് പറയണേ, ചിത്തുവിന്റെ സാധനം എന്തെങ്കിലും 10 ദിവസം നിക്കാൻ സിത്തുവിന്റെ സ്വർണ്ണം ഉണ്ടാണ്ടിരുന്നേ. എന്തിനാ സിത്തുവിന്റെ സ്വർണം വെക്കുന്നത്? ഒരാഴ്ചന്റെ ഉള്ളിൽ എടുത്തു തരാം. എന്തായാലും 10 ദിവസം നിക്കണ്ട. ആവശ്യമില്ലാത്ത പണിക്ക് നിക്കണ്ടോ? 10 ദിവസം വെറുതെ കല്യാണം കഴിഞ്ഞിട്ട് അവര് വന്ന് നിക്കാണ്. 2 മാസം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടൊന്ന് പറഞ്ഞയച്ചിക്കണത്. ഒന്നും അറിയണ്ട. ഈ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് എന്തിനാ അങ്ങനെയൊക്കെ ചെയ്ത്? കല്യാണത്തിന്റെ കാര്യമൊക്കെ ശ്രദ്ധിക്കുന്നതില് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ ആരും അറിയാത്ത ഒരു കട ഇടയിൽ 2 ലക്ഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് സിത്തുവിന്റെ സ്വർണം ചോദിക്കുമ്പോത്തിന് വെക്കാൻ ആവശ്യമില്ലാത്ത പണിക്ക് നിക്കണ്ടാട്ടാ. അല്ല ഇപ്പൊ പറയണേ, നമ്മൾ പറഞ്ഞതിനും വെച്ച് കൂടുതൽ കൊടുത്തല്ലടി. ഒരു മോളന്നെ ഉള്ളൂ. അപ്പൊ നമ്മള് സ്വർണ്ണം എടുക്കുമ്പോ ഇത്തിരി കൂടുതലായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ മേടിച്ചാണ്. അത് ശരിയാണ്. അത് കുറച്ച് കാശ് കൂടുതൽ വെച്ചിട്ട് ഇപ്പൊ എന്താണ്? ആ സ്വർണ്ണം സിത്തുവിന്റെ സ്വർണ്ണം എടുത്തിട്ട് പണയം വെച്ചിട്ട് ഇപ്പൊ ആ കടം വീട്ടാനാണോ? ഇവിടെ എന്ത് തിരിച്ചിങ്ങോട്ട് പറഞ്ഞയക്കണ്ടേ? അവരെ വീട്ടിലേക്ക് പറഞ്ഞയക്കണ്ടേ? അവരെ വായിലുള്ളതൊക്കെ കേൾക്കാൻ നിൽക്കൂട്ടുമ്പോ പിന്നെ നമ്മള് ഒരു ഇതില്ലാത്ത പോലെയാവും. ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ട. വല്ല ലോൺ എന്തെങ്കിലും വെച്ചു കൊടുക്കുക. അങ്ങനെയാകുമ്പോ നമുക്ക് അടച്ചു കൊടുക്കാമല്ലോ. ആര് ലോൺ ചേരാനാ? നമുക്ക് 2 ലക്ഷത്തിന്റെ കടമൊക്കെ ആകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ലോണും കാര്യങ്ങളും ഇൻഷുറൻസ് ഒക്കെ ഇപ്പൊ എന്തായാലും ഈ ഒരാഴ്ചന്റെ ഉള്ളിൽ ഷെബിക്ക് അറിഞ്ഞത് മതി. ഉമ്മ എങ്ങനെ പറയുന്നേ? മോളൊരു കാര്യം ചെയ്യും, മോനറിയണ്ട. അതെ, എന്തെങ്കിലും ചെയ്തിട്ട് അറിയാണ്ട് എങ്ങനെ കൊടുക്കുന്നേ? എന്തെങ്കിലും ചെയ്തിട്ട് ഇപ്പൊ പറഞ്ഞ ഒരാഴ്ചനുള്ളിൽ നമുക്ക് കൊടുക്കാം. മോള് പോണതിന്റെ ഉള്ളിൽ കൊടുക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ട് ഉപ്പാടെ കടാന്റെ വിഷമം കാണാൻ വയ്യ. അപ്പൊ വേണമെന്ന് പറയുമ്പോ അത്രയും വിശ്വാസമായിട്ടല്ലേ എനിക്ക് തന്നു. അപ്പൊ ആളുടെ ഒരു മോളുടെ പരിപാടിക്ക് ആവശ്യമില്ല. ഇത് പിന്നെ വല്ലാത്ത പുലിവാലാവട്ടെ. പിന്നെ നമുക്കൊരു മര്യാദ കുറവാണ് അവരുടെ കുടുംബത്തിന്റെ. എങ്ങാനും അവര് അറിഞ്ഞിട്ടുണ്ടെങ്കില് വിരുന്നിരിക്കാൻ വന്ന കുട്ടിയാണ്. അവളിനിയിപ്പോ ഇന്ന് വന്ന് കൊണ്ടുപോകും, നാളെ വന്ന് കൊണ്ടുപോകുന്നുള്ള രീതിക്കാണ് മരവും വിളിച്ചോണ്ടേയിരിക്കുന്നത്. അതൊക്കെ ഉമ്മക്ക് അറിയില്ലേ? ഞാൻ പറഞ്ഞ മരവും വന്നാലും 10 ദിവസം നിർത്താൻ കൊണ്ടുവന്നല്ലേ. അപ്പൊ ഒരാഴ്ചനുള്ളിൽ എടുക്ക. നീ ഒന്ന് മോളോട് സംസാരിക്കും, മോൻ അറിയണ്ടെന്നും പറഞ്ഞു. ഞാനൊരു കാര്യം ചെയ്യാം, എന്തെങ്കിലും മോളുടെ ഊരി വെച്ചിട്ടുണ്ടല്ലോ. എനിക്കറിയില്ല. സിത്തുവിന്റെ അടുത്ത് ചോദിച്ചു നോക്ക്. ഞാൻ പറയുകയാണെങ്കിൽ ഇതിനൊന്നും ഉമ്മ കൂട്ട് നിൽക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. വേറെ എന്തെങ്കിലും വഴിയിൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാം. പിന്നെ വഴിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ തന്ന് സഹായിക്കും. അതിനുള്ള വകുപ്പും ഇല്ലേനും. എന്ത് ചെയ്യപ്പോ ആള് വല്ലാത്ത വിഷമത്തിലാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ലേ. പെട്ടെന്ന് കടങ്ങൾ മേടിച്ചിട്ട് അത് ലക്ഷക്കണക്കില് കടങ്ങൾ ആരെങ്കിലും മേടിച്ച് വെക്കുവോ? എന്തിനാ ഈ ഉപ്പ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ സെബിക്ക് അറിഞ്ഞത് അതിൽക്കും ഇതുള്ള പ്രശ്നങ്ങളാവില്ലേ? ചെയ്താണെന്നാ പറയണത്.
ചിലപ്പോ ആയിരിക്കും. ഇപ്പൊ നമ്മള് അല്ലാണ്ട് വേറെ രീതിയിലൊന്നും ഇപ്പൊ കൊണ്ട് ഇതാക്കി നശിപ്പിച്ച് കളയില്ല. ആ ഒരു ധൈര്യത്തിലാണ് ഞാന്. പക്ഷെ മോളുടെ സ്വർണ്ണം എടുക്കുന്നത് പറയുമ്പോഴാണ് എനിക്ക് വല്ലാത്തൊരു വിഷമം. എനിക്കറിയില്ല ഇത് എവിടെ കൊണ്ടുപോയി അവസാനിക്കുന്നു. സിത്തു ആ നേരത്തെ എനിക്ക് പല്ല് വെക്കാനൊക്കെ പോണുണ്ടായിരുന്നു. ഞാൻ എന്താ ചെയ്യും? ഉപ്പാന്റെ വിഷമം കാണുമ്പോ ഞാൻ എന്താ ചെയ്യാ? ഇതിപ്പോ സെബിക്കാന്റെ അടുത്തും പറയണ്ടെന്ന് മോനോട് പറയണ്ടെന്നാ ഇപ്പൊ എത്ര ദിവസത്തിൽ ഇത് എടുത്തു കൊടുക്കാൻ? ഒരാഴ്ചനുള്ളിൽ എടുക്കാന്ന് പറഞ്ഞ് ഞാൻ അവളോടൊന്ന് ചെന്നിട്ടേ ഒന്നൊരു സൂചന കൊടുത്തോക്കട്ടെ. അവള് പിന്നെ ഉപ്പാടെ പൊന്നാര മോളല്ലേ, ഊരി കൊടുക്കും. അവൾക്ക് ഒന്നും അറിയില്ലല്ലോ, അത് കുട്ടിയല്ലേ. എന്നോട് ചോദിച്ചത് ഉപ്പ മോളോട് നേരിട്ട് ചോദിച്ചിട്ട് മോള് ഊരി കൊടുത്തിട്ടുണ്ടാവും. ഉപ്പ എന്ത് ചോദിച്ചാലും അത് ചെറുപ്പം തൊട്ടുള്ള ശീലാണത്. പക്ഷെ അത് പോകുമ്പോ ഒപ്പിച്ചു കൊടുക്കണേ. അപ്പൊ ഞാൻ അവളോട് ഒന്ന് പോയിട്ട് നോക്കട്ടെ. ഒന്നും കഴിച്ച് പല്ല് വെച്ചിട്ട് പോയാ? പല്ല് വെച്ചിട്ട് റൂമിലേക്ക് ഒന്ന് പോയി വിളിച്ചു വെക്കും, മേലെ ഉണ്ടാവും ചിലപ്പോ. ആ മോള് എണിച്ചു വന്നാ? ചായ കുടിക്കും മോളെ. അതെ ഇങ്ങോട്ട് വന്നേ മോള്. മോളൊരു കാര്യം ചോദിക്കണം എനിക്ക്. എൻ്റെ ഉപ്പ ഉണ്ടാക്കിയൊരു കാര്യം. ഉപ്പ ആരെടുത്തോ പൈസ കടം മേടിച്ചത് എൻ്റെ കല്യാണത്തിന്. മോൾക്ക് വിചാരിക്കാത്തതിനും വെച്ചിട്ട് സ്വർണ്ണങ്ങളൊക്കെ കൂടുതൽ എടുത്തില്ലേ. അപ്പോൾ ഇക്ക കൊടുത്തയച്ചതിൽ പോരാണ്ട് ആരെടുത്ത് റോളിങ് ചെയ്തിട്ട് 2 ലക്ഷം റുപ്യ കടം വാങ്ങിച്ചിരിക്കണം മോളെ. അതിപ്പോൾ അവരുടെ മോളുടെ കല്യാണത്തിന് ഉള്ള പൈസയാണ്. ആയത്തിൽ തന്നാൽ മതി എന്നാ പറഞ്ഞിരിക്കണം. ഇപ്പം പിന്നെ ആൾക്ക് എന്തോ ആലോചന വന്നപ്പോൾ പെട്ടെന്ന് പൈസ വേണമെങ്കിൽ കുറേ പൈസ കട്ടുന്നാണ്ട് ചോദിച്ചിരിക്കണം. എന്തുമ്മ പെട്ടെന്ന് ഇങ്ങനെ ഉപ്പാന്റെ കടങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു? ഇക്കാക്കൊന്നും അറിയില്ലേ? ഇക്കാക്കൊന്നും അറിയില്ല മോളെ. ഇക്കാട് പറയണ്ടെന്നാ പറയണത് ഉപ്പ. അപ്പോൾ ഉപ്പ എന്താ പറയണമെന്ന് അറിയാമോ? മോളുടെ സ്വർണ്ണം എന്തെങ്കിലും വാങ്ങി വെച്ചിട്ട് 10 ദിവസം നിർത്താൻ വന്നല്ലേ, ഒരാഴ്ചനുള്ളിൽ എടുത്ത് കൊടുക്കാം. മോള് പോണതിൻ്റെ ഉള്ളിൽ തന്നെ ഒരാഴ്ചനുള്ളിൽ എടുത്ത് കൊടുക്കാം. എനിക്ക് കുറിയും ഇൻഷുറൻസ് പൈസ ഒക്കെ കിട്ടും. അപ്പോൾ മോൾക്ക് പോണതിൻ്റെ ഉള്ളിൽ തന്നെ എടുത്ത് കൊടുക്കുക. മോളുടെ എന്തെങ്കിലും മോളോട് ചോദിക്കുന്ന പറയുന്നത്. ഉമ്മക്ക് എന്താ എന്റെ സ്വർണം വെച്ചിട്ടാണോ കടം വീട്ടാന്? ഇല്ല മോളെ, ഉമ്മ പറയണതൊന്നും അനുസരിക്കും മോളെ. ഉമ്മക്ക് എന്താ അവിടുത്തെ ഉമ്മാന്റെ സ്വഭാവം ഒന്നും അറിയില്ലല്ലോ. ഇതൊക്കെ അറിഞ്ഞ എന്താ ചെയ്യും മോളെ? ഉപ്പ കടന്നിട്ട് വിഷമിച്ചിട്ടിരിക്കുന്നു. അത് പറഞ്ഞ ഡേറ്റിൽ അത്രയും വിശ്വാസമായിട്ടാണ് ഉപ്പാക്ക് പൈസ കൊടുത്തത്. അപ്പോൾ ആളുടെ മോളുടെ കാര്യത്തിന് ഉപ്പ പൈസ തിരിച്ചു കൊടുക്കണ്ടേ? ഉപ്പ മോള് പോണതിൻ്റെ ഉള്ളിൽ എടുക്കും. 10 ദിവസത്തെ ലീവില് 10 ദിവസം കൊണ്ട് നിർത്തിയതല്ലേ മരുവന്. അപ്പോൾ എന്തായാലും ഇപ്പൊ ഒരാഴ്ചനുള്ളിൽ എടുത്തു തരും. മോൾ എന്തെങ്കിലും ഉപ്പാക്ക് കൊടുക്കും. ഉമ്മക്ക് എന്താ ഞാൻ ഇവിടെ ഇരുന്നാ മതിയാ? ഞാൻ തിരിച്ചു പോണ്ടേ? എന്നാ വരുന്നതും കൂടി അറിയില്ല ഉമ്മച്ചി. ഈ പണയം വെച്ചത് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീർന്നു. അതെ മോളെ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒക്കെ ഞാൻ പോണതിൻ്റെ ഉള്ളിൽ ഉമ്മ എടുത്ത് തന്നാൽ പോരാ. എൻ്റെ മോള് നന്നായിരിക്കണം എന്നല്ല ഉമ്മക്ക്. അല്ലാണ്ട് മോളുടെ സ്വർണം പിടിച്ചിട്ട് ഉമ്മ മോളെ പറഞ്ഞേക്കോ? ഇല്ല, ഉപ്പാടെ ഒരു അവസ്ഥ കൊണ്ടാണ് മോളെ. എന്തായാലും എനിക്ക് പോണതിൻ്റെ മുന്നേ എടുത്ത് തരാം. എന്തെങ്കിലും തിരുമറി ചെയ്ത് ഉമ്മ എടുത്തു തരാം. എന്താണെന്നാ ഉപ്പാടെ വിഷമം കണ്ടിട്ടാ മോളെ. അല്ലാണ്ട് മോളുടെ കല്യാണത്തിന് വിചാരിച്ചാലും വെച്ചിട്ട് കൂടുതൽ സ്വർണ്ണം തന്നല്ലേ, അതുകൊണ്ടാണ്. അപ്പം മോൾ എന്തെങ്കിലും ചെയ്യും, ഉപ്പാക്ക് കൊടുക്ക്. പോണതിൻ്റെ ഉള്ളിൽ എടുത്തു തരാം. എന്തൊരു കഷ്ടായത് വിരിഞ്ഞിരിക്കാൻ വന്നിട്ട്. എന്താ മോള് പറയുന്നത്? മോള് പറയണത് വീട്ടിൽ അവളുടെ അമ്മായിമ്മ പറഞ്ഞാലൊക്കെ ഭയങ്കര പ്രശ്നമാണെന്നൊക്കെയാണ് പറയുന്നത്. ഉമ്മ അറിഞ്ഞ് പിന്നെ മരുവാനൊക്കെ അത് എപ്പോഴാ വരിക, മരുവാനെ വിളിക്കൊണ്ടുപോകാനെന്ന് അറിയില്ലാന്ന്. അപ്പോൾ ഇനിയിപ്പോൾ മരുവൻ വച്ചത് അറിഞ്ഞിട്ട് വല്ല പ്രശ്നം എന്തെങ്കിലും ആയാലോ ഒന്നും പേടിയുണ്ട്. ഇപ്പം എന്താ ചെയ്യേണ്ടത്? അതൊന്നും ഉണ്ടാവില്ല മോളെ. അതെ, ഒരാഴ്ചയുള്ള കാര്യമല്ല. ഒരാഴ്ചക്ക് ഉപ്പ ഒരു കടിയിൽ പെട്ട കാരണം അപ്പോൾ ഒരു ആൾക്ക് കൊടുത്തിട്ട് വേണം ആളുടെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ. അപ്പം മോളുടെ കല്യാണത്തിന് വാങ്ങിയതാണ്. അപ്പം അവരൊരു കല്യാണത്തിന് വരുമ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ? ഒരാഴ്ചത്തെ കാര്യമുള്ളൂ. അത് അവ അറിയാണ്ട് എങ്ങനെയെങ്കിലും ചെയ്യുന്നത് മോശമാണ്. മരുവനെ അറിയാണ്ട് നമ്മള് 10 ദിവസം നിർത്താൻ കൊണ്ടുവന്ന് മോളുടെ വാങ്ങി വെക്കുമ്പോൾ അവളുടെ മാപ്പിള അറിഞ്ഞാലും അതൊരു വിഷയം. ഒരാഴ്ചയല്ലേ, ഒരാഴ്ച കൂടി അറിയാൻ പോകണമെന്നില്ലല്ലോ. മോളുടെ കല്യാണ കാര്യത്തിന് വേണ്ടിയിട്ട് അവളുടെ അടുത്ത് കടം വാങ്ങിയതാണ്. അതിപ്പോൾ തിരിച്ചു കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. അത്രത്തോളം ഉപ്പാക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. എങ്ങനെയും മോള് മനസ്സിലാച്ചാൽ ഒരാഴ്ച ഞാൻ എടുത്തിട്ടുണ്ട്. അത് മര്യാദ അറിയൊന്നും വേണ്ട, മോള് പറയാണ്ട് തന്നാൽ മതി. സഹായം എങ്ങനെയും ഉപകാരം ചെയ്താൽ അത്രയും ഇതായി. പുറത്തിറങ്ങാൻ പറ്റില്ല, അതാണ് ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ ഇതാ ചോദിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കാറുണ്ടോ? ശരി ഉപ്പച്ചി, ഇക്ക വരുമ്പോഴേക്കും എടുത്തു തന്നാ മതി. അത് ഇക്ക വരുമ്പോഴേക്കും ഞാൻ എടുത്തു തരാൻ മോളാണ്, കുഴപ്പമില്ല. എന്താ ചെയ്യാൻ മോളെ, വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ എൻ്റെ വാങ്ങിക്കുന്നത്. ഇതാ
പിന്നെ മോള് പോണതിൻ്റെ ഉള്ളിൽ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കെട്ടിക്കൊടുത്ത മോളാണെന്ന് വിചാരം വേണം. കൊണ്ടുവച്ചിട്ട് വേഗം പൈസ കൊടുത്തോ. മോള് അവിടെ മാറ്റാൻ കുടുംബത്തേക്ക് പോകണമെന്ന് വിചാരം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഒരാഴ്ചൻ്റെ ഉള്ളിൽ മോൾക്ക് എടുത്തുകൊണ്ട് കൊടുത്തോ. പിന്നെയും പറയണ്ട അമ്മ അവിടുത്തെ ഉമ്മ ശരിയല്ല അവിടുത്തെ ഉമ്മ ശരിയല്ല എന്ന്. അപ്പോൾ അതേപോലെ നിങ്ങൾ നിന്നു. 2 days later. എന്താ മരുമോനെ പറയാണ്ട് വന്നിരിക്കണേ? എനിക്ക് ഒന്നുമില്ല, ഞാൻ സിത്തുവിന് ചെറിയ സർപ്രൈസ് കൊടുക്കാണ്ട് വന്നാണ്. അതെ, അയ്യോ ഞാന് കുടിക്കാനെന്തെങ്കിലും എടുക്കട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ലമ്മ സിത്തു എവിടെ? സിത്തു മുകളിലുണ്ട് മോനെ. അതല്ല ഞാൻ പറഞ്ഞിട്ടില്ല, കുടിക്കാനെന്തെങ്കിലും എടുക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി. നിനക്ക് സർപ്രൈസ് തരാൻ വേണ്ടി വന്നല്ലേ നീ? ഒരു വിളിയില്ല തെളിയില്ല ഒന്നുമില്ല അല്ലേ? എന്താണ് അവസ്ഥ? പിന്നെ ഷമീർക്ക് എന്താ എന്നോട് പറയാണ്ട് വന്നേ? എല്ലാം പറഞ്ഞിട്ടാണ് വരേണ്ടത്. എനിക്കൊരു ചെറിയ സർപ്രൈസ് തരാൻ വിചാരിച്ച്, അത്രമാത്രം. ഒരു നീക്കി. പിന്നെന്ത് വിശേഷങ്ങളൊക്കെ? ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ, ഉഷാറല്ലേ? അവിടെ സ്വന്തം വീടായപ്പോ ഫുള്ള് ഹാപ്പി അല്ലേ? അവിടൊക്കെ ആണെന്നുണ്ടെങ്കില് ജഗ ജഗ. ഇവിടെ എന്താ ചിരി. പെട്ടെന്ന് മുന്നറിയിപ്പില്ലാണ്ട് മരുവും വന്നിട്ട് എന്ത് ചെയ്യാ? അതല്ല ഇപ്പൊ ഞാൻ പറഞ്ഞത്. എനിക്ക് എന്താ പറയാ, ഭാര്യ ഇവിടെ ഉണ്ടാകുമ്പോ മുന്നറിയിപ്പ് തന്നിട്ടാണോ മരുവൻ വരിക? അതല്ലേ ഇങ്ങനെ നമ്മളത് വിചാരിച്ചില്ലല്ലോ. ഞാനെന്താ എന്താ ചെയ്യത്? ഈ സ്വർണത്തിന്റെ കാര്യം നോക്കി ഞാൻ ചോദിക്കോ? ഇനി പറഞ്ഞ പ്രശ്നമാവുമല്ലോ. എനിക്കറിയില്ല. അയ്യോ, അത് അറിയാണ്ടിരുന്നാ ഭാഗ്യം. അറിഞ്ഞാ പിന്നെ ആ കൊളാവും. ഇതൊന്നും പറയാനില്ല. എന്താ ചെയ്യണമെന്ന് ഏറ്റവും പിടിയിലാണ് ഞാൻ ഇരുന്നത്. നല്ല അറിഞ്ഞാ തൂക്കേറിട്ട് മരിക്കേണ്ട വരുന്നുണ്ട്. അത് തോന്നുന്നു. പിന്നെന്ത് ഉമ്മാട് ഉപ്പാട് വിശേഷം? എന്ത് കുഴപ്പമൊന്നുമില്ലല്ലോ? റാത്തല്ലേ കാര്യങ്ങളൊക്കെ? അത് മതി. എന്താ കയ്യിന്ന് മുറിയായ? എന്ത് പറ്റി? ഒരു മുറിവായ പോലെ അല്ലേ? അങ്ങനെ കാര്യങ്ങള്. ഈ കൈയൊക്കെ പിടിച്ചിട്ട് എത്ര കാലം ഇങ്ങനെ നിൽക്കുന്നല്ലേ? നിന്റെ മറ്റേ വളന്തിയേ? നിനക്ക് വേറെ നടവെള്ളല്ലേ? അതെവിടെ? കുളിക്കുമ്പോ ഊരി വെക്ക? നീ പതിവില്ലാത്തൊരു ഊരി വെക്കല്, ഇങ്ങനെ ഊരി വെക്കലില്ലല്ലോ ഇനി പൊതുവെ? അതെന്ത് വർത്താനാ? എവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്? അല്ലെ മോത്ത് എന്തോ ഒരു കളർ. നീ ഇങ്ങനെ അല്ലല്ലോ, ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിച്ചു തുടങ്ങിയതാ. നീ ഇങ്ങനെ അല്ല. നീ ഭയങ്കര എന്നെ കണ്ടു കഴിഞ്ഞാല് നീ ഭയങ്കരമായിട്ട് സൂപ്പർ ആയിട്ട് എന്റെ നിക്കല്. പക്ഷെ നീ വന്ന പാട് ഒരു ഷോക്കായി ഞെട്ടിയ പോലെ നിക്കണത്. എന്തോ കള്ളത്തരം മറിക്കണ പോലെ തോന്നുന്നിട്ടാണ്. ഒന്നുമില്ലല്ലോ, സംഭവം ഊരി വെച്ചല്ലേ നീ? സത്യം പറഞ്ഞ എന്റെ അടുത്ത് മറക്കരുത്. എന്റെ അടുത്ത് എന്തുണ്ടെങ്കിലും എന്റെ അടുത്ത് തുറന്നു പറയാ. ഞാൻ എന്തിനു സപ്പോർട്ട് നിൽക്കും. കള്ളത്തരം പറഞ്ഞുണ്ടല്ലോ ഒരു നാൾ പിടിക്കപ്പെടും. ആ പിടിക്കപ്പെടുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ എന്റെ നല്ല എന്റെ കിട്ടും എന്റെ നിന്ന്. അപ്പൊ എന്താ ചെയ്യണേ? എന്തുണ്ടെങ്കിലും തുറന്നു പറഞ്ഞോ. എന്തിനു ഞാൻ സപ്പോർട്ട് നിൽക്കും. അത്രേ ഉള്ളൂ. അല്ല പതിവില്ലാത്തവരെ പരിങ്ങല് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എവിടെ എടുത്ത് നോക്കട്ടെ. എന്താണ്? അതില്ല, ഞാൻ എന്റെ ഉപ്പാക്ക് മാലയും വളയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പാക്ക് കടം ബാധിച്ചിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ഉപ്പ പെട്ടെന്ന് എടുത്തു തരാന്ന് പറഞ്ഞു. ഞാൻ പോകുന്നുണ്ട്. എന്റെ അടുത്തൊരു വാക്കിന് ചോദിക്കായിരുന്നില്ലേ? അത് വീട്ടിലറിഞ്ഞ എന്ത് വീട്ടിലറിയുന്ന? എല്ലാത്തിനും കൂടെ സപ്പോർട്ട് നിൽക്കുന്നുണ്ടല്ലോ ഞാന്. ഒരു വാക്ക് നിനക്ക് എന്റെ അടുത്ത് പറഞ്ഞ പോരെ? നീ ആരോട് ചോദിച്ചിട്ട് പറഞ്ഞാണ് കൊടുത്തത്? എന്റെ അടുത്ത് ഒരു വാക്കിന് ചോദിച്ചാ നീ കൊടുക്കുന്നോണ്ട് എനിക്ക് ഓപ്പൺ ആയിട്ടില്ല. പക്ഷെ ഈ ഒരുത്തനുണ്ടല്ലോ ഇവിടെ, ഒരു വാക്കിന് എനിക്ക് ചോദിച്ചു കൊടുത്തു. നിനക്ക് ഞാൻ ചോദിച്ചു, ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയി? ഞാന് നിന്റെ ഇഷ്ടത്തിനൊക്കെ എടുത്ത് കൊടുക്കാന്ന് ഞാൻ എന്തിനാണ് പിന്നെ? വീട്ടിലറിഞ്ഞാലോ പറഞ്ഞിട്ടാ. എന്ത് വീട്ടിലറിഞ്ഞു? വീട്ടിലറിയണതോ പിടിക്കണം നല്ല വിഷയം. എന്റെ അടുത്തൊരു വാക്ക് എല്ലാ കാര്യവും ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഇത് മാത്രം എന്താ നീ ഷെയർ ചെയ്യാത്തതിന്റെ അടുത്ത്? ഇതൊക്കെയാണെങ്കിൽ ഭ്രാന്താവണം, വേറെ ഒന്നല്ല എനിക്ക്. ഈ നോർമൽ എന്റെ അടുത്ത് പറയേണ്ട കാര്യങ്ങളൊക്കെ പറയണോ? ഇതുപോലെ എന്റെ അടുത്ത് മറച്ചു വെക്കാന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഇതുപോലെ മറച്ചു വെക്കണ്ട എന്റെ അടുത്ത് നീ? അതല്ല, നിനക്കിത് കൊടുക്കാനൊക്കെ ഇത്ര ധൈര്യം കിടന്നു വരുന്നത് നിനക്ക്? ഇതേ നീ ആകെ വന്നിട്ട് 3-4 ദിവസം അവിടെ വന്നിട്ടുള്ളൂ. ആ 3-4 ദിവസം ഇവിടെ വരുമ്പോഴേക്ക് നീ ഇമ്മാരെ കാട്ടി കൂടുന്നല്ലേ ഒരു വാക്ക് പറയാണ്ടൊക്കെ. അപ്പൊ ഇതിനൊക്കെ എന്ത് കാര്യത്തിൽ നിനക്ക് വിശ്വസിക്കേണ്ടത്? നിനക്ക് ഈ നിലക്കാണെന്നുണ്ടെങ്കിൽ നിന്റെ അവിടെ നിർത്തലും പിടിക്കലാ മതി. 3-4 ദിവസം നിർത്തുമ്പോഴേക്ക് തന്നെ നിന്റെ
വാപ്പയായാലും ഉമ്മയായാലും വന്ന് കണ്ട് ചോദിച്ചു തുടങ്ങി ഊരി കൊടുക്കാനും പിടിക്കാനും കയ്യിൽ ഒരു വാക്ക് ചോദിക്കാണ്ട് അതിന് വൃത്തിയൊക്കെ മതി. നീ ഡ്രസ്സ് എടുത്ത് മാറിയേ വേഗം പോവാൻ നിക്കാ. അന്റെ ഒരു പതുക്കിലൊരു കിതുക്കില്ല. എല്ലാരും കേൾക്കട്ടെ. അതിന് എന്ത് പ്രശ്നം? അന്റെ ഉപ്പാനെ പോയി കാണട്ടെ ഞാൻ. നീ ഡ്രസ്സ് മാറ്റി പോവാൻ നിൽക്കുക. എന്റെ ഇവിടുത്തെ സാവാസം എല്ലാം തേങ്ങയെല്ലാം മതി. അന്റെ ഉപ്പാനെ പോയി കാണട്ടെ ഞാൻ. ഇതായിരുന്നു റെഡി വരാൻ നോക്കിന്നിട്ട് എന്താ മോളില് ഭയങ്കര വിഷമം. എല്ലാ മരുമാനെ ഇതെന്താ റെഡി ആയിട്ട് വരാനൊക്കെ പറയണത്? ഞാനത് വിളിച്ചിങ്ങട്ടെ വീട്ടിൽ പോവാൻ നിൽക്കുക. മതി ഇവിടുത്തെ സാവാസമല്ലോ. കാരണം വെച്ചാല് എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ട്. നിങ്ങൾ ഒരു വാക്ക് എന്റെ അടുത്ത് ചോദിച്ചാ നിങ്ങള് എന്തൊരു കാര്യം പണയം വെക്കുമ്പോൾ എന്തൊരു ഗോൾഡ് എടുക്കുക എന്തും എടുത്തോട്ടെ പ്രശ്നമില്ല. ഒരു വാക്ക് ഈ മരുമോന്ന് വാക്ക് നിങ്ങൾ ചോദിച്ചിരുന്ന മരുമോന്റെ ഒരു റെസ്പെക്ട് ആണ് നിങ്ങളൊക്കെ. എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ട്. നിങ്ങൾ ഒരിക്കലും ചെയ്യില്ലെങ്കിൽ ചെയ്യാൻ പാടില്ല നിങ്ങള്. മരുമോനെ അത് സാഹചര്യം കൊണ്ട് ചെയ്തു പോയതാണ്. അവസ്ഥ മനസ്സിലായി. എല്ലാവർക്കും അവസ്ഥകളുണ്ടല്ലോ. എല്ലാവർക്കും അവസ്ഥകളുണ്ട്. എല്ലാം ഉണ്ട്. ഞാൻ അതൊന്നും ഒരു പ്രശ്നമായിട്ട് പറയുന്നില്ല. ഒരു വാക്ക് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വേണ്ടെന്ന് പറയോ? ഒരിക്കലും ഞാൻ പറയുന്നില്ല. എടുത്തോന്ന് ഞാൻ പറയുള്ളൂ. ചോദിക്കണം. ആ ചോദിക്കാനുള്ള നല്ലൊരു മനസ്സിൽ കാണിച്ചില്ലല്ലോ. പിന്നെ ഇനി വേറെ എന്താ വേണ്ടത്? അപ്പൊ അങ്ങനെയുള്ള കുറച്ചെങ്കിലും നിങ്ങൾ ഒരു മര്യാദ കുറച്ച് റെസ്പെക്ട് തരുന്നുണ്ടാ മരുമോനെന്നുള്ളത്? തരുന്നില്ല. മതി ഇവിടുത്തെ ആവശ്യം മതി. മതി നീ പോരാൻ നോക്കിയാൽ മതി. അല്ല ഒന്നും വിചാരിക്കും തോന്നുന്നു വേണ്ട. കാരണം വെച്ചാൽ ഒരു വാക്ക് ചോദിക്കാമായിരുന്നു. അത്ര ഞാൻ പറയുന്നുള്ളൂ. കുഴപ്പമൊന്നുമില്ല. അവിടെ പോകുമ്പോ ഉമ്മ ചോദിക്കൂലേ? അതെ എന്തായാലും 10 ദിവസം നിർത്താൻ കൊണ്ടുവന്നാലേ ആ ഒരു ഇതിൽ എടുത്താണ് മരുമാൻ. നിങ്ങൾ അറിയുമ്പോ ഇല്ല അത് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. പക്ഷെ ഒരു വാക്ക് ചോദിക്കാമായിരുന്നു. അത്രേ ഉള്ളൂ. വരുന്നു വിചാരിച്ചില്ല. പ്രശ്നമില്ല. കുഴപ്പമില്ല കേട്ടാ. കുഴപ്പമില്ല. എന്തായാലും സന്തോഷമുണ്ട് കേട്ടാ. എന്തായാലും സന്തോഷമുണ്ട്. ഓക്കെ. ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ അനുസരിച്ചാ. പെട്ടെന്ന് അത് അവന്റെ ഭാര്യ ഇവിടെ ഉള്ളത് കൊണ്ട് അവനക്ക് ചിലപ്പോ ജോലി കഴിഞ്ഞിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ ഒന്ന് കേറില്ല എന്ന് എന്താ ഉറപ്പ്? അതാണ് അവളും കൂടി പറഞ്ഞത്. എന്റെ കുട്ടി എന്ത് ചെയ്യും? എന്റെ കുട്ടി വേഗം കൊണ്ട് വെച്ച് ആ പൈസ കൊടുക്കുകയും ചെയ്തു. 100 വട്ടം ഞാൻ പറഞ്ഞില്ലേ ആവശ്യമില്ലാതെ കെട്ടിക്കൊടുത്ത മോളുടെ എടുക്കണ്ടെന്ന്. ഇപ്പൊ എന്താ ഇപ്പൊ ആളുടെ വായിലുള്ള കേട്ടാ ഉമ്മ എന്താ പറയാ? മര്യാദ എന്തുട്ട് കുടുംബാണ്, ചെറ്റ കുടുംബാണോന്ന് വിചാരിക്കില്ലേ? ഓ പഠിച്ചോനെ, എനിക്ക് എന്റെ മോൾ എന്ത് ചെയ്യോ ഒന്നും പറയാനും പറ്റില്ല. മരുമാനൊക്കെ ഫോൺ വിളിച്ചിട്ട് സംസാരിക്കുക അവിടെ പറയണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ തൊള്ളയിലുള്ളതൊക്കെ കേൾക്കും. പിന്നെ അവളുടെ അമ്മായിമ്മ ചോദിക്കില്ലേ പോകുമ്പോ ഇട്ടിട്ട് പോയ വളയും മാലയൊക്കെ എവിടെയാന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഞാൻ പറഞ്ഞല്ലേ എടുക്കണ്ട, മോളുടെ എടുക്കണ്ടെന്ന് പറഞ്ഞു. നിങ്ങളോട് കാര്യം കൊണ്ടാണ് ഞാൻ അവളുടെ അടുത്ത് തന്നെ മോളെ ഇപ്പൊ എന്തായാലും എടുത്തരുന്ന് പറഞ്ഞിട്ട് കുട്ടി തരാൻ മനസ്സേ ഇല്ല. എനിക്ക് മരുമാനം ഫോൺ വിളിച്ചാൽ എടുക്കൂല. ഇനിയിപ്പോ ഏറെ കേസായതുകൊണ്ടേ നാളെ ചെയ്യും. നീ ഒന്ന് വിളിച്ചു നോക്ക്. ഞാൻ വിളിച്ചെടുക്കില്ല. അയ്യോ ഞാൻ വിളിക്കില്ല. എന്നോട് ആള് പറയണ നിങ്ങള് ഒരു മര്യാദയാണ്. ഒരു വാക്ക് എന്നാ പിന്നെ ഫോൺ ചെയ്തൊന്ന് ചോദിക്കായിരുന്നു. അത്രക്കുള്ള ബോധവും പോയില്ല. അത് പെട്ടെന്ന് വരുന്ന എനിക്കറിയാം. ഒരാഴ്ച ഗ്യാപ്പല്ലേ നമ്മള് ഇതാക്കിയത്. പെട്ടെന്ന് വരുന്ന അറിയില്ലല്ലോ. നീ ഫോൺ വിളിച്ചിട്ട് അവിടെ ഉമ്മാടൊന്ന് പറയണ്ടാവട്ടെന്ന് പറയിട്ടാ. ഇനി ഞാൻ ആരോടും വിളിച്ച് പറയാനില്ല. ഞാനേ ഇതിപ്പോ മോൾക്കൊരു പരിഹാരം കാണണമെങ്കിൽ എത്രയും പെട്ടെന്ന് എടുത്ത് സാധനം അവിടെ കൊണ്ട് കൊടുക്കണമെങ്കിൽ ഞാൻ മോനക്ക് എന്നെ ഒന്ന് വിളിച്ച് പറയട്ടെ. അല്ലാണ്ട് ശരിയാവില്ല. നാണക്കേട് ഇതുപോലൊരു നാണം കെടാനില്ല.